അപ്പോൾ അതേ ഇന്ന് നമ്മൾ തൃപ്രയാർ പോവാട്ടോ. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, കുറച്ച് ഡ്രസ്സും സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പോയിട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ 3 മണിയൊക്കെ ആകുമ്പോഴാണ് പോവുക. ഇപ്രാവശ്യം കുറച്ചധികം ഡ്രസ്സ് എടുക്കാനുള്ളതുകൊണ്ട് നേരത്തെ പോകണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് 12 മണിയായപ്പോൾ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെയാട്ടോ, വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോയി. അങ്ങനെ ബസ്സിലാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു മുരിയാന്തോട് ആ ഭാഗമൊക്കെ എത്തിക്കാണും. അങ്ങനെ ബസ്സിൽ നല്ല കാറ്റായിരുന്നു. ഞാനത് തന്നെ വെയിലില്ലാത്ത സൈഡിലേക്ക് വേഗം ബസ്സിൽ ഭയങ്കര വെയിലാട്ടോ. ഇപ്പോൾ പുറത്തിറങ്ങാനേ പറ്റില്ല, ഇത്രയും തരം പൊട്ടിത്തെറിക്കാൻ പോലത്തെ വെയിലാട്ടോ. അങ്ങനെ കുറച്ചും കൂടെ ദൂരമുണ്ട് നമ്മൾ തൃപ്രയാർ എത്താനായിട്ട്. അങ്ങനെ ദേ സ്റ്റാൻഡ് എത്താറായി. സ്റ്റാൻഡിലിറങ്ങി ഞങ്ങൾ ദേ വൈമാളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടെ നടക്കാനുണ്ട്. ആദ്യം കൽപ്പകയിലൊന്ന് പോയി നോക്കാൻ കിട്ടിയില്ലെങ്കിൽ വേറെ കടയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. 3 സ്ഥലത്ത് പോയാലും കുഴപ്പമില്ല, നല്ലത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം. അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ലാസ്റ്റ് ഇപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് അവിടെ നിന്ന് പോരും. അങ്ങനെ തൃപ്രയാർ സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. വെയിൽ കാരണം കേട്ടോ നടക്കാൻ പണി, അല്ലെങ്കിൽ നമുക്ക് തണലൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പോയി വരാം. ഇത് കുറച്ച് ദൂരം അങ്ങനെ നടക്കാനുണ്ടായിരുന്നു. കോട്ടയൊക്കെ എടുത്തിട്ടുള്ള കാരണം കുറച്ച് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ നമ്മുടെ കൽപ്പക എത്തിയിട്ടുണ്ട്. ഇവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ സാരി സെക്ഷനിലേക്കാട്ടോ പോയത്. അപ്പോൾ ഒരു 3-4 സാരി എടുക്കാനുണ്ട്. ഞങ്ങളുടെ മേമയുണ്ട്. അപ്പോൾ ആ മേമയ്ക്കും എല്ലാവർക്കും എടുക്കണം. അപ്പം ഞങ്ങൾ ആദ്യം പട്ടിൻ്റെ ടൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കല്യാണത്തിന് പറ്റിയത് എടുക്കാം, റിസപ്ഷന് പിന്നെ ഫ്രോക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ ഫസ്റ്റ് ഇട്ട് തന്നത് ഇങ്ങനത്തെ സാരികളൊക്കെ ആയിട്ടത്. പിന്നെ ഭയങ്കര സിമ്പിളായി പോവും. അത്യാവശ്യം കുറച്ച് നല്ലൊരു വർക്കൊക്കെ ഉള്ള സാരി എടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു പട്ടിൻ്റെ പോലത്തെ സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇപ്രാവശ്യം പോയത്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും സിമ്പിൾ സാരികളാണ് എടുക്കൽ. അങ്ങനെ ഫസ്റ്റ് കാണിച്ചത് സാരി ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് ഞങ്ങൾ വേറെ കുറച്ചും കൂടെ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള സാരികളൊക്കെ ഞങ്ങൾ ചോദിച്ചു നോക്കി. പിന്നെ കിട്ടിയത് ഇങ്ങനത്തെ റോസ് കളർ കേട്ടോ. ഇത് പിന്നെ റോസല്ല, ഇതൊരു ഗോൾഡൻ കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സിമ്പിളാണ്, ഇങ്ങനത്തെ ബോർഡറൊന്നും ഇല്ലാത്ത സാരിയാണ്. പിന്നെ എനിക്ക് കുറച്ച് വണ്ണം കുറവ് കാരണം കുറച്ച് ഒട്ടി കിടക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പിങ്ക് ഒക്കെ ആയിട്ടാണ് കാണിച്ചു തന്നത്. അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഒരു കല്യാണത്തിന് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ഈ ആഷ് കേട്ടോ, ഈ ആഷ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പം ഇങ്ങനെ അതേ മുന്താണിയുടെ ഭാഗത്ത് മാത്രം ഇങ്ങനത്തെ ചെറിയൊരു ഡിസൈൻ മാത്രം വരുന്നുള്ളൂ. പ്ലെയിൻ സാരികളാണ് ആദ്യം മൊത്തം എടുത്ത് കാണിച്ചത്, പിന്നെയാണ് ഈ പട്ടിൻ്റെ ഒക്കെ കാണിച്ചത് കേട്ടോ. പിന്നെ ഈ പച്ച സാരിയും അതുപോലെ തന്നെയാണ്. മുന്താണിയുടെ അവിടെ മാത്രമേ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നുള്ളൂ, ബോർഡറൊന്നും ഇല്ല. അപ്പോൾ അത് തന്നെ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. ഈ പിങ്കൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു വേറെ ടൈപ്പ് സാരി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതൊക്കെ മാറ്റി വെച്ച് അടുത്ത സെക്ഷൻ ഇട്ടുതരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ പിന്നെ കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. പാൻറ്റും അതുപോലെ തന്നെ ഷോളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിരുന്നപ്പോഴേക്കും അവർ അടുത്ത സെക്ഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അടുത്തത് ഇങ്ങനത്തെ ടൈപ്പാട്ടോ, ബ്ലൂവും അതുപോലെ തന്നെ ഇങ്ങനത്തെ പച്ചര മോഡൽ തന്നെയാണിത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്യാവശ്യം കണ്ടോ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള വർക്ക് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ വേറൊരു ആഷ് കാണിച്ചു തന്നു കേട്ടോ. അതും ഏകദേശം നേരത്തെ കണ്ട മോഡൽ തന്നെയാണ്. ഇതിൻ്റെ പച്ചര അതേ കളർ ചേഞ്ച് ആയിട്ടത് ചെറിയ ചെറിയ പ്രിൻ്റഡ് ആയിട്ടുള്ള വർക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറെ കടയിലൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് വേറെ കുറച്ച് സാരികളും കൂടെ എടുത്തുകൊണ്ട് വന്നത് അവർ. അപ്പോൾ ഇതൊക്കെ കുറച്ച് നല്ലൊരു ബോർഡറൊക്കെ വരുന്ന ടൈപ്പ് സാരികളാട്ടോ ഇതൊക്കെ. പിന്നെ വരുന്നത് ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള സാരി, ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര കുറച്ച് വണ്ണൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല, ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നൊരു ടൈപ്പാണെന്നുള്ളൂ. സംഭവം ബോർഡറും ഇല്ല, സിമ്പിൾ തന്നെ. അതിന് തന്നെ സെയിം ബ്ലൗസാട്ടോ വരുന്നതിന്. അപ്പോൾ കാരണം അത് ഞങ്ങൾ വെറുതെ ഒന്ന് അവരെ കൊണ്ട് തന്നെ ഒന്ന് വെച്ച് നോക്കിപ്പിച്ചു കേട്ടോ. അവരിപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് തരുമല്ലോ. അപ്പോൾ സെറ്റ് ചെയ്ത് തരുന്നതിന് ഇപ്പോൾ നമുക്ക് വെച്ച് നോക്കാം ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാം. ആദ്യമൊന്നും അങ്ങനെ സെറ്റ് ഒന്നും ചെയ്ത് തരില്ലായിരുന്നു. പിന്നെ ഇങ്ങനത്തെ റെഡാണ്, ഇത് ഭയങ്കര ബട്ടായിപ്പോയി. അപ്പോൾ അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ അവിടെയൊക്കെ നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസ് മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ വെച്ചിട്ടു അതൊക്കെ. പിന്നെ ഒരു നെറ്റിൻ്റെ ടൈപ്പൊക്കെയാണ്, ഇപ്പോഴത്തെ മോഡലായിട്ടുള്ളതല്ല. അങ്ങനെ സാരിയൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ അപ്പുറത്തെ സെക്ഷനിലൊക്കെ പോയി നോക്കിയിട്ട് ഇതൊക്കെ നല്ല റിസപ്ഷന് പറ്റിയിട്ടുള്ള സാരികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന കേട്ടോ. പിന്നെ ലെഹങ്കകളും എൻ്റെ കയ്യിൽ ലെഹങ്കയൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഞാൻ അവിടെ എത്തിച്ചു കേട്ടോ. അപ്പോൾ ഈ ലെഹങ്ക കാണുമ്പോൾ എനിക്ക് തോന്നും വെറുതെ ആൾക്കാർ ഈ ലെഹങ്കയൊക്കെ മേടിക്കുന്നതെന്ന് തോന്നും. കാരണം നമുക്ക് ഫംഗ്ഷൻ അല്ലാതെ വേറെ ഒന്നിനും നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് റിസപ്ഷനുള്ള സാരി നോക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ആ നേരം കൊണ്ട്.
അപ്പോൾ റിസപ്ഷന് ഞങ്ങൾ കുറച്ച് നോക്കി, റോസ് കളറും അതുപോലെ തന്നെ ഇതൊക്കെ ലെഹങ്കകളാട്ടോ. ലെഹങ്കകളൊക്കെ വെറുതെ നോക്കിയതാണ് ഞങ്ങൾ. പണ്ടത്തെ പോലെ അത്ര വെയിറ്റുള്ള ലെഹങ്ക ഒന്നല്ല, എൻ്റെ കയ്യിലൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ്. പിന്നെ ഞാൻ അതിൻ്റെ അടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. ലെഹങ്കകളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കൊരു ഇഷ്ടമല്ല. ഇത് എൻ്റെ കയ്യിലുണ്ട്, ഇതിൻ്റെ തന്നെ ഫ്രോക്ക് സെയിം കളറാണ്. ഇപ്പോൾ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നല്ല റേറ്റ് ആട്ടോ, 3000 സംതിങ് റേറ്റാണ് അതിന് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മൾ ആ റേറ്റിനുള്ളത് എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അടിയിൽ നോക്കിയപ്പോഴാട്ടോ അത്യാവശ്യം നല്ല സിമ്പിളായിട്ടുള്ളത് കണ്ടു. പിന്നെ ഞങ്ങൾക്ക് അപ്പോഴേക്കും കോഫി ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഉച്ച മുതൽ നിൽക്കുന്നതാട്ടോ, കാലൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റുള്ള കോഫി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി കിടക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ നോക്കിയപ്പോഴാട്ടോ ഇതൊക്കെ നല്ല നല്ല വർക്കുകളും ഓവറായിട്ടുള്ള വർക്ക് ടൈപ്സ് അങ്ങനത്തെ ഉണ്ട് കേട്ടോ അവിടെ ഡ്രസ്സുകൾ. ഒരു സ്കാർഫ് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൈഡിലൊക്കെ ഒന്ന് നടന്നു നോക്കായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വീട്ടിലെടുക്കാനായിട്ട് സിമ്പിളായിട്ടുള്ള കോട്ടൺ ടൈപ്പ് സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കോട്ടൻ്റെ സിമ്പിളായിട്ട് ഇപ്പോൾ അടുത്തൊക്കെ പോകാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒക്കെ കുറച്ച് നോക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്കാർഫിന് ഞാൻ നോക്കിയിട്ട് അവിടെ ഒന്നും കണ്ടില്ല. കുറേ നേരം നോക്കിയെടുത്തിട്ടുണ്ട് സ്കാർഫിനൊക്കെ നോക്കാനായിട്ട്. പിന്നെ ഇതിനൊക്കെ ഒന്ന് അമ്മയ്ക്ക് 2-3 എണ്ണത്തിന് ബ്ലൗസ് പീസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ബ്ലൗസ് പീസുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു. പക്ഷെ അതൊന്നിനും തികയില്ല. പിന്നെ കോട്ടൺ ടൈപ്പാണെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയതാണ്. പക്ഷെ അത് കോട്ടൺ ടൈപ്പ് അല്ല, ഇങ്ങനത്തെ ഒരു പോളിസ്റ്റർ കൂടിയൊരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ റേറ്റ് ഒന്നുമില്ല, 20 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. നമുക്ക് തയ്ക്കുന്നവർക്കൊക്കെ നല്ലതാണ്. ചെറിയ ചെറിയ പീസുകൾ എവിടെയെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷേ അത്ര വലിപ്പവും ഇല്ല, പക്ഷേ തുണി നല്ലതല്ല, അതെടുത്തില്ല. പിന്നെ സ്കാർഫിൻ്റെ സ്ഥലം അപ്പോഴേക്കും കണ്ടുപിടിച്ചിട്ടോ, 2nd ഫ്ലോറിലായിരുന്നു. അപ്പോൾ സ്കാർഫ് ഞങ്ങൾ സിമ്പിളായിട്ടുള്ള സ്കാർഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് തന്നെ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് കുറേ നോക്കിയായിരുന്നു. അപ്പോൾ 2-3 എണ്ണം ഉള്ളൂ. ഇപ്പോൾ ഞാൻ കാണിച്ചത് ആ ഒരെണ്ണവും പിന്നെ ഈ സൈഡിൽ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അത് 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഒരെണ്ണം എടുത്തു കേട്ടോ, ഒരു വൈറ്റും ബ്ലൂ ആയിട്ടുള്ള അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്ന തന്നെ എടുത്തു. ബാക്കിയൊക്കെ ഭയങ്കര പുള്ളിയും പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളതാണ്, നമ്മൾ ഷാൾ ടൈപ്പാവും. പിന്നെ ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോപ്പുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ടോപ്പാണ്, പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അധികം ഇങ്ങനത്തെ ടൈപ്പ് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ കളറും അത്ര നല്ല കളറുകൾ കിട്ടിയില്ല. പിന്നെ ആഷ് ടൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇങ്ങനത്തെ ആഷ് കണ്ടപ്പോൾ ആഷ് കളർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേറൊരു ടൈപ്പ് ടോപ്പുകൾ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പുറത്തെ സെക്ഷനിലുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ അംബ്രല്ല ടൈപ്പ് അല്ലാണ്ട് തന്നെ കുറച്ചിങ്ങനെ നല്ലൊരു ജോർജറ്റ് ടൈപ്പ് തുണിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അത് 3rd ഫ്ലോറിലാണ് കണ്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി നിൽക്കുകയാണ്. ചില തുണിക്കടയിലൊന്നും ലിഫ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങി നമുക്ക് അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് പിന്നെ ഏതായാലും വൈമാളിലും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വൈമാളിലോട്ട് തന്നെ നടന്നു. അങ്ങനെ വൈമാളിൽ നിന്ന് തിരക്ക് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഓഫറുകളും കാര്യങ്ങളും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും വൈമാളിലും കൂടെ ഒന്ന് കറങ്ങി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. നിന്ന് കാലും കഴിച്ചു ക്ഷീണിച്ചു എല്ലാവരും. അങ്ങനെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് തന്നെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. കടയിലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇനി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. താഴെ സ്വീറ്റ്സിൻ്റെ ഒക്കെ ദീപാവലി സ്പെഷ്യലായിട്ട് സ്വീറ്റ്സിൻ്റെ തന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് കയറി ഇറങ്ങി പോകും വേഗം. ഇത് പിന്നെ തിരക്ക് കുറവാനും കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ ലാസ്റ്റ് വരുന്ന ദിവസം മറ്റേ 50% ഓഫർ ഉണ്ടായിരുന്നു. നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇതാട്ടോ ദീപാവലിയുടെ സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ്സിൻ്റെ സ്ഥലം. പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ വന്നു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ ഞങ്ങൾ താഴെന്ന് ചിക്കൻ ലോലിപോപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുബൂസും പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പിസ്തയുടെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ്റെ ഞങ്ങൾ 2 പേരും കഴിച്ചു, അമ്മയും മേനയും കൂടെ ഒരു ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അർച്ചനയിലോട്ട് പോയി ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഷർട്ട് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട കളറുകളൊന്നും കിട്ടിയില്ല. ഇതുപോലത്തെ ലൈറ്റ് റോസ് അങ്ങനത്തെ കളറുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് റണ്ണിങ് മെറ്റീരിയൽ മേടിക്കാമെന്ന് വിചാരിച്ചു, ഉടുപ്പടിക്കാനായിട്ട്. അപ്പോൾ ഒരു ഗ്രീൻ കളറാട്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളായിട്ടുള്ള അത്ര റേറ്റ് ഒന്നുമില്ല, ഒരു 70 രൂപ അത്രയൊക്കെ ഉള്ളൂ മീറ്ററിന്. അപ്പോൾ നമുക്കൊരു 2 മീറ്റർ 2.5 മീറ്ററൊക്കെ എടുത്താൽ മതി ഉടുപ്പടിക്കാനൊക്കെ. തയ്ക്കുന്നവർക്ക് സുഖം കേട്ടോ, സിമ്പിളായിട്ട് ഇതുപോലത്തെ മെറ്റീരിയൽ എടുത്ത് തന്നെ നമുക്ക് തയ്ക്കാം. അപ്പോൾ ആ മെറ്റീരിയൽ എടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ടോപ്പ് അടിക്കാനായിട്ട് സിമ്പിളായിട്ടുള്ള മെറ്റീരിയലും കൂടെ കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ താഴെ.
നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് അങ്ങനത്തെ ഇരിക്കാമല്ലോ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴാട്ടോ താഴെ നെറ്റിൻ്റെ തന്നെ സാരി നമുക്ക് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ മേടിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ 300 സംതിങ് റേറ്റാണ് വരുന്നത്. പിന്നെ അത്ര ഇതൊന്നും തോന്നിയില്ല, അത്ര വർക്കൊന്നും ഇല്ല. നെറ്റിൽ തന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള വർക്കുകൾ കേട്ടോ. പിന്നെ റണ്ണിങ് മെറ്റീരിയലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ചും കൂടെ ഒന്ന് നോക്കിയതാണ്. ഇവിടെ ഇങ്ങനത്തെ പുള്ളി അങ്ങനത്തെ ടൈപ്പേ ഉള്ളൂ, പക്ഷേ അല്ല അതൊന്നും ഭയങ്കര റേറ്റ് ആട്ടോ. നമ്മുടെ വീട്ടിലിടാൻ പറ്റുന്ന ഇതൊക്കെ കുഴപ്പമില്ല, ഇതൊക്കെ കോട്ടൻ്റെ ടൈപ്പ് നമുക്ക് കുഴപ്പമില്ല. പിന്നെ കുറച്ച് പോളിസ്റ്റർ ടൈപ്പ് അങ്ങനത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രാത്രി 7:30 ആയിട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സാരിയാണ്. പിന്നെ ഞാനെടുത്തൊരു ചുരിദാറിൻ്റെ ഒരു ടോപ്പാണ് ഇട്ടത്. സിമ്പിളായിട്ടുള്ളതാണ്. പാൻറ്റും അതുപോലെ തന്നെ ഷാളൊക്കെ വരുന്നതാണ്. ഒരു 900 സംതിങ് അത്രേ വരുന്നുള്ളൂ. ഇതൊരു അത്ര വർക്ക് കഴുത്തിലത്ര നല്ല സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു വർക്കും പിന്നെ അതിൻ്റെ തന്നെ പാൻറ്റും ഷോളൊക്കെ വരുന്നത് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് 900 നമുക്ക് അത്ര കുഴപ്പമില്ല, അത്ര റേറ്റ് എന്ന് പറയാനില്ല. പിന്നെ ഇത് സാരികൾ എടുത്തതാട്ടോ ഇതൊക്കെ. ഇത് അമ്മയ്ക്ക് എടുത്തത്, ഇത് എനിക്ക് എടുത്തത്, അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളെടുത്ത സാരികൾ. പിന്നെ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തൊരു സാരിയാണ് കേട്ടോ ഇത്. ഇത് വീട്ടിലൊക്കെ എടുക്കാൻ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സാരിയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് പീസും ലൈനിങ്ങും. പിന്നെ ഇതൊരു കോഡ് സെറ്റ് ആട്ടോ. അതൊരു 300 സംതിങ് ആ റേറ്റിന് തന്നെ കിട്ടിയതാണ്. കോഡ് സെറ്റായിട്ട് കോളർ ടൈപ്പ് തന്നെ ടോപ്പും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ പാൻറ്റും വരുന്നുണ്ട്. കണ്ടോ, സിമ്പിളായിട്ടുള്ള പാൻറ്റ്. ഇത് അത്ര റേറ്റ് എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ കുറേ നോക്കി നടന്നിട്ട് കിട്ടിയതാട്ടോ. ഇങ്ങനത്തെ കോളർ ടോപ്പ് ആണെന്ന് കുറേ നാളായി പറയുന്നത്. പിന്നെ ഒരു റണ്ണിങ് മെറ്റീരിയൽ എടുത്തതാട്ടോ. അത് അത്ര റേറ്റ് ഒന്നും ഇല്ല, നമുക്ക് തന്നെ വീട്ടിലൊക്കെ തയ്ച്ചിടാൻ പറ്റുന്ന ടൈപ്പാണ്. ഒരു 100 റേറ്റൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഒരു അങ്ങനത്തെ കുറച്ച് തുണികളെടുത്തു. ഇത് കോട്ടൻ്റെ ടൈപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ റെഡ് എടുത്തിട്ടുണ്ട്. ഇതും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫ്രോക്ക് നൈറ്റിയൊക്കെ തയ്ച്ചിടാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ബ്ലാക്ക് ഒരു ടോപ്പ്. ഇതൊക്കെ പുറത്തേക്ക് നമുക്ക് അമ്പള ടൈപ്പൊക്കെ അടിച്ചിടാം. പിന്നെ അതിൻ്റെ തന്നെ ലൈനിങ് വരുന്നതാട്ടോ ഇത്. പിന്നെ എനിക്ക് എടുത്തിട്ടുള്ള ഗ്രീനും ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തപ്പോൾ തന്നെ തൃപ്രയാർ ഒരു കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കയറലുണ്ടായിരുന്നു കേട്ടോ. മിക്കപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്ത് വരുമ്പോൾ ആ കടയിൽ കയറിയിട്ട് കമ്മലും സാധനങ്ങളൊക്കെ മേടിക്കലാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ ബോക്സിൽ പൊട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതാണ് ഡെയിലി വല്ലയിടത്തേക്കും പോകുമ്പോൾ അങ്ങനത്തെ പൊട്ടുകളുള്ളൂ. പിന്നെ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തൊടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പൊട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ജിമിക്ക് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം അത്ര റേറ്റ് തോന്നിയില്ല. അപ്പോൾ അത് മാച്ചായിട്ട് തന്നെ മേടിച്ചു, ഗ്രീനായിട്ട് തന്നെ മേടിച്ചു. ഒരു 50 ആ റേഞ്ചേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കമ്മലും കൂടെ മേടിച്ചു. വല്ല ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന തലേദിവസമോ അല്ലെങ്കിൽ റിസപ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടൊരു കമ്മൽ കേട്ടോ. അപ്പോൾ അതും അവൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും അതുപോലെ തന്നെ റേറ്റ് കുറവുണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ. പിന്നെ വേറൊരു ജിമിക്കയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അത് മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ മേടിച്ചു. ഇത് ജിമക്കുകൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ 2 മേടിച്ചത്. അപ്പോൾ മാച്ചാവുന്നത് ഗ്രീൻ ആയിരിക്കും, എന്നാലും ഇതും കൂടെ മേടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അങ്ങനെ വൈകിട്ട് കുബൂസും അതുപോലെ തന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.